ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജർമ്മനിലാണല്ലോ ആക്ച്വലി ആദ്യം വരുന്നത് 1915. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ട്രാൻസ്ലേഷൻ നടത്തുന്നത് സത്യേന്ദ്രനാഥ് ബോസാണ്, ഇന്ത്യക്കാരനാണ്. ബോസ് എന്തുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിയമിതനാവുന്നത്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ സമ്മതിക്കുന്നത്? ഐൻസ്റ്റീൻ അങ്ങനെ വെറുതെ ആരെയും പോയിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾക്ക് ജർമ്മനിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഗെയ്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ, തോമസ് മാൻ അല്ല, അതുപോലെയുള്ള ഗ്രേറ്റ് ജർമ്മൻ ലിറ്ററേച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം. മാത്തമാറ്റിക്സ് അറിയുന്ന ആളെ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ എസെൻസ് ഓഫ് ദാറ്റ് തിയറി. അത് അങ്ങനെ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ എസെൻസ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് പകരുകയുള്ളൂ എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയാണ് ബോസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ബോസും ഐൻസ്റ്റീനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഈക്വൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ഈ പറയുന്നത് ഇപ്പം ഈ ചർച്ച തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളം വിജ്ഞാന ഭാഷയോ എന്ന് ചോദിച്ച് ചർച്ച നടത്തുന്നു. എന്തുകൊണ്ട് മലയാളം നോവൽ ഭാഷയോ, നോവലിന് ഉള്ള ഭാഷയോ എന്ന് ചോദിച്ചിട്ട് സുഭാഷ് ചന്ദ്രനെയും KR മീരനെയും വെച്ചിട്ട് ഇവിടെ സെഷൻ നടത്തുന്നില്ല? അതല്ലെങ്കിൽ കവിതയ്ക്ക് പാകത്തിനുള്ള സെഷൻ ആണോ മലയാളം എന്ന് പറഞ്ഞിട്ട് വീരാൻകുട്ടീനെയും മറ്റേ സച്ചിദാനന്ദനെ വെച്ച് ഇവിടെ സെഷൻ നടത്തുന്നില്ലല്ലോ. ഈ വൈജ്ഞാനിക സാഹിത്യം എഴുതുന്നവരെ വെച്ചിട്ടല്ലേ ഈ സെഷൻ നടത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വിജ്ഞാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ. ഇപ്പം മീനാക്ഷി മാഡം മലയാളത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, സംഘഗ്രാമമാതൻ മുതലുള്ള നമ്മുടെ ഹിസ്റ്ററി ഉണ്ട്. മലയാളത്തിന് വലിയ ഹിസ്റ്ററി ഉണ്ട്, വിജ്ഞാനത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ വലിയ ഹിസ്റ്ററി ഉണ്ട്. ഡ്യൂസ്റ്റർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ലാംഗ്വേജിൻ്റെയും ഫൊണറ്റിക്സിനെയും സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ത്രൂ ദ ലാംഗ്വേജ് ഗ്ലാസ് എന്ന് പറയുന്ന 2010 ഇറങ്ങിയ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഭാഷയുടെ ശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നില്ല. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു ലെൻസാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്നാണ്. അതായത് നമ്മൾ ഭാഷയിലൂടെ നോക്കിയാൽ കാണുന്നത് നമ്മുടെ സംസ്കാരത്തെയാണ്. നമ്മുടെ സംസ്കാരത്തെ നമുക്ക് നമ്മുടെ ഭാഷയിലൂടെ നോക്കിയാൽ കാണാം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഉദാഹരണം പറയാം. ഓസ്ട്രേലിയയിലുള്ള ഒരു അബോറിജിൻ ലാംഗ്വേജ്, ഞാൻ ആ ലാംഗ്വേജിൻ്റെ പേര് എൻ്റെ വായിൽ കിട്ടാത്തതുകൊണ്ടാണ്. ആ ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിൻ്റെ പിറകിൽ ഒരു കുട്ടി നിൽക്കുന്നു എന്നാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ മരത്തിൻ്റെ പിറകിലാണ് കുട്ടി നിൽക്കുന്നത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷേ ഈ ലാംഗ്വേജിൽ അതങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യുക. ആ ലാംഗ്വേജിൽ ആ മരത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ തെക്ക് വശത്താണ് അത് നിൽക്കുന്നത്. അവർക്ക് ലെഫ്റ്റ് റൈറ്റ് പിറകിൽ മുന്നിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. അവർക്ക് ആ കൺസെപ്റ്റേ ഇല്ല. അവരോട് നിങ്ങളുടെ ഏത് വശത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെക്ക് വശത്താണ്, പടിഞ്ഞാറ് വശത്താണ്. അതായത് കാർഡിനൽ കോർഡിനേറ്റ്സിനെ വെച്ചിട്ട് മാത്രമേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ മുന്നിലോ പിറകിലോ, നിങ്ങളുടെ ഇടതുവശത്തോ വലതുവശത്തോ എന്നുള്ള തരത്തില്ല. നിങ്ങളിപ്പോൾ ഏത് മുറിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തെ മുറിയിലെ തെക്ക് വശത്തിരിക്കുന്ന മേശപ്പുറത്ത് വടക്ക് വശത്ത് ഞാൻ ആ പുസ്തകം വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെക്കിനി അത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡിനൽ ഡയറക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഗൈ ഡ്യൂഷർ പറയുന്നത് ഈ ഭാഷയിലൂടെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമൂഹത്തിന് ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും, അതിൻ്റെ സൈക്കോളജി നമുക്ക് മനസ്സിലാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ആ സമൂഹത്തിന് എന്നെ മുൻനിർത്തിയിട്ടുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഇടതുവശം വലതുവശം, എൻ്റെ മുന്നിൽ എൻ്റെ പിറകിൽ എന്നാണ് ആ കൺസെപ്റ്റ് ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് രൂപം കൊള്ളുന്നത്. പിറകിൽ ലെഫ്റ്റ് റൈറ്റ്, പിറകിൽ മുന്നിൽ നിന്നൊക്കെയുള്ള കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത്. അതേസമയം ഡയറക്ഷനാലിറ്റി വെച്ചിട്ട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നുള്ള ഡയറക്ഷനാലിറ്റി വെച്ച് കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത് വ്യക്തി അധിഷ്ഠിതമല്ല, മറിച്ച് ഇതിനെ നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടാണ് ഓരോ സമയത്തും നമ്മൾ
കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ നിങ്ങൾ തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിയിട്ട് നിങ്ങളോട് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ പറയുന്നത് ഈ ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണമെന്നല്ല, മറിച്ച് തെക്കോട്ട് പോകണം വടത്തോട്ട് പോകണമെന്ന് മാത്രമേ പറയുള്ളൂ. അത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഒരു ഭാഷയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഈ സംസ്കാരത്തിനെയാണ്. എൻ്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഈ സംസ്കാരം, അതായത് ഈ മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നിദർശനമാണ് മലയാളത്തിൻ്റെ ഭാഷ. നിങ്ങൾ ബംഗാളിയിലേക്ക് നോക്കുക, തമിഴിലേക്ക് നോക്കുക, അതിൽ വിജ്ഞാനം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ബംഗാളിയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സയൻസ് ഫിക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേൾഡ് ലെവൽ സയൻസ് ഫിക്ഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സയൻസ് ഫിക്ഷൻ ബംഗാളിയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ കാരണം സയൻസ് ആ രീതിയിലായിരുന്നു അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അത് ആ സൊസൈറ്റി അതിനെ ആ തരത്തിൽ ഇംബൈബ് ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾ വിജ്ഞാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല ആക്ച്വലി വിജ്ഞാനം കൊണ്ട് നടത്തേണ്ടത്. അതായത് വിജ്ഞാന ഭാഷ എന്ന് പറയുന്നത് വിജ്ഞാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷയല്ല, മറിച്ച് വിജ്ഞാനത്തെ നിർമ്മിക്കുന്ന ഭാഷയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഭൗമജാപം എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. അടുത്ത കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഭൗമജാപം. എന്തുകൊണ്ടാണ് അത്? ഈ സർവേ എന്ന് പറയുന്ന ടെക്നിക്കിനെ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തുന്ന, വിജ്ഞാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അത് വിജ്ഞാനത്തിൻ്റെ നിർമ്മിതി കൂടിയാണ്. ഈ നിർമ്മിതി ഇല്ലാതെ നിങ്ങൾ നിരന്തരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി യാതൊരു ഗുണവും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിജ്ഞാന നിർമ്മിതി എന്ന് പറയുന്നത് പ്രസാദ് സാർ അത് തന്നെയാണ് അത് വേറൊരു തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കൂടുതൽ വിജ്ഞാനം നിർമ്മിക്കുന്ന പ്രോസസ്സിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ മലയാള ഭാഷ, അതായത് ഈ സംസ്കാരം തന്നെ, ഞാൻ പറഞ്ഞത് ഭാഷയിൽ വിജ്ഞാനം നിർമ്മിക്കണമെന്നുള്ള മീനിങ്ങിലല്ല, നമ്മുടെ സംസ്കാരം തന്നെ നിരന്തരം വിജ്ഞാനം നിർമ്മിക്കണം. എന്തുകൊണ്ടാണ് എതിരൻ കതിരവൻ മലയാളത്തിൽ എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, മലയാളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ മലയാളത്തിലാണ് ആത്യന്തികമായി ചിന്തിക്കുന്നതും മലയാളത്തിലാണ് അദ്ദേഹം എല്ലാം അറിവ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. സോ ഹി ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജ്ഞാന നിർമ്മിതിയെ നമ്മുടെ സംസ്കാരം എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നിദർശനമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ.